ഹലോ എവരിവൺ, കുറേ നാളായി, കൃത്യമായി പറഞ്ഞാൽ 45 ദിവസമായി നമ്മൾ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ട്. ഇന്നിപ്പോൾ ഷൂട്ട് ചെയ്യുന്ന കണക്ക് വെച്ച് നോക്കുമ്പോൾ കുറച്ച് പേഴ്സണൽ തിരക്കുകളും കുറേ മാഗസിൻ റിലേറ്റഡ് വർക്കും ഒക്കെ ആയിട്ട് ഞാൻ കുറച്ച് ബിസി ആയിരുന്നു. അപ്പോൾ അതുകൊണ്ട് ചാനലിന് അധികം ശ്രദ്ധിക്കാൻ പറ്റിയില്ല. പിന്നെ നമ്മൾ ഈ ലോഞ്ചുകൾക്കും അല്ലെങ്കിൽ ചെറിയ എന്തെങ്കിലും അനൗൺസ്മെൻറ്റുകൾക്കൊക്കെ പോയിട്ട് അതൊരു കോണ്ടന്റ് ആക്കി മാറ്റി അങ്ങനെ കഷ്ടപ്പെട്ട് വീഡിയോ ഉണ്ടാക്കാനും നമ്മൾ ശ്രമിക്കാറില്ല. അതൊരു തരത്തിൽ സ്പാമിങ്ങുമാണ്. കാരണം ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്, നമ്മളിപ്പോൾ ഇൻസ്റ്റാഗ്രാമിലായാലും കുറേ അധികം ഫീഡുകൾ നമുക്ക് കാണുന്നുണ്ട്. അതിൽ റെലവൻ്റ് ആയിട്ടുള്ള വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ശരിക്കും പറഞ്ഞാൽ നിങ്ങളെ അടുത്തേക്ക് വരുന്നുള്ളൂ. അല്ലെങ്കിൽ എനിക്ക് കൗതുകം തോന്നുന്ന ഒരു സാധനം മാത്രമേ ഉള്ളൂ. അല്ലാണ്ട് ഏതെങ്കിലും ഒരു കമ്പനി, ഫോർ എക്സാമ്പിൾ ഇപ്പോൾ സ്കോഡയുടെ ഒരു പുതിയൊരു സബ് 4 മീറ്റർ SUV വരാൻ പോകുന്നുണ്ട്. അത് മിക്കവാറും നമുക്കറിയാം കുഷാക്കിൻ്റെ MQB A0i എന്നുള്ള പ്ലാറ്റ്ഫോമിനെ തന്നെ ഒന്ന് ചെറുതാക്കിയതായിരിക്കാം എന്നുള്ളത് നമുക്കറിയാം. പക്ഷെ അത് വന്നു കഴിയുമ്പോഴേ നമ്മൾ ന്യൂസ് ഉണ്ടായിരുള്ളൂ. അത് വരാൻ പോകുന്നു എന്നും പറഞ്ഞിട്ട് അവരുടെ ആവശ്യപ്രകാരം നമ്മൾ ന്യൂസ് ഉണ്ടാക്കി നിങ്ങൾക്ക് ബോറടിപ്പിക്കേണ്ട കാര്യമില്ല. അവരതിൻ്റെ കൂടെ ഒരു കോൺടെസ്റ്റും റൺ ചെയ്യുന്നുണ്ട്. അതായത് ആ വണ്ടിക്ക് പറ്റുന്ന ഒരു പേര് നിർദ്ദേശിക്കുന്ന 10 പേർക്ക് പ്രാഗിലേക്ക് കൊണ്ടുപോകും. അതിൽ ആർക്കോ ചിലപ്പോൾ ഒരു വണ്ടി വരെ കൊടുക്കാൻ സാധ്യതയുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവരൊരു ചെറിയൊരു കോൺടെസ്റ്റൊക്കെ റൺ ചെയ്ത് കുറച്ചൊരു ഹൈപ്പ് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. പിന്നെ ആകെയുള്ളൊരു ക്രൈറ്റീരിയ എന്ന് പറഞ്ഞാൽ കെയിൽ സ്റ്റാർട്ട് ചെയ്യണം, ക്യൂവിൽ അവസാനിക്കണം. ഇപ്പോൾ ഉള്ള കറൻ്റ്ലി ഉള്ള SUVകൾ പോലെ, ഇപ്പോൾ കുഷാക്ക്, കാരോക്ക്, കമീക്ക് അല്ലെങ്കിൽ കോഡിയാക്കൊക്കെ പോലെ കെയിൽ തുടങ്ങി ക്യൂവിൽ അവസാനിക്കണം എന്നുള്ളതാണ് അവരാകെ ഒരു റിക്വയർമെൻറ്റ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഇത് ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ആദ്യം വന്ന പേരെന്ന് പറയുന്നത് കുഡൂക്കാണ്, KUDUQ. അത് കോഡിയാക്കൊക്കെ പോലെ വളരെ സിമിലർ ആയിട്ടുള്ള ഒരു ആപ്റ്റ് ആയിട്ടുള്ളൊരു പേരായിരിക്കും. ഞാൻ കുറച്ചും കൂടി മനസ്സിരുത്തി ആലോചിച്ചപ്പോൾ എൻ്റെ മനസ്സിലേക്ക് വേറൊരു പേര് വന്നു. കുരൂക്ക് എന്നാണ്, KURUQ. അതായത് കാരോക്ക് പോലെ കുറച്ച് ലെറ്റേഴ്സ് അങ്ങോട്ട് മാറ്റിയിട്ടുള്ളൂ. സ്കോഡ കുരൂക്ക്, വളരെ അടിപൊളി പേരാണ്. ഐ തിങ്ക് സ്കോഡ ഷുഡ് ടേക്ക് ദാറ്റ്. അപ്പോൾ അങ്ങനെ അവർ ഹൈപ്പ് ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പേരിടൽ ചടങ്ങ് ഒരു വലിയൊരു സംഭവമാക്കി മാറ്റിയത്. പക്ഷേ ഇതുപോലെ മാനുഫാക്ചറർ സൈഡിൽ നിന്ന് എഫേർട്ടൊന്നും ഇല്ലാണ്ട് നമ്മുടെ ഇഷ്ടം കൊണ്ട് കുറച്ച് ഹൈപ്പ് ബിൽഡ് ചെയ്ത ഒരു കാർ ഉണ്ടായിരുന്നു, ജിംനി. വളരെ കാലം നമ്മൾ ജിംനി വരുന്ന അവസാനം പറഞ്ഞിട്ട് ജിംനി വന്നു കഴിഞ്ഞിട്ട് അതിൻ്റെ പ്രൈസ് കാരണം ഇപ്പോൾ ഭയങ്കര സെയിലാണ്. അതുപോലെ തന്നെ വേറൊരു സാധനം കൂടി ഉണ്ട്, ടൊയോട്ട ഹൈലക്സ്. അതും നല്ല ഡിസ്കൗണ്ട് കൊടുത്തിട്ടാണ് ഇപ്പോൾ വിറ്റുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ജിംനിയുടെ ജനുവരിയിലത്തെ സെയിൽസ് നമ്പേഴ്സ് കണ്ടിട്ട് ഞാൻ സത്യം പറഞ്ഞ് ഞെട്ടിപ്പോയി. 163 വണ്ടികളാണ് ആകെ ജിംനിയെ വിറ്റത്. വളരെ കഷ്ടമാണ്. അത് ചിലപ്പോൾ ഷിപ്പിംഗ് നമ്പേഴ്സ് കുറഞ്ഞുകൊണ്ടായിരിക്കാം. നമുക്ക് ഈ കിട്ടുന്നത് മുഴുവൻ എത്ര യൂണിറ്റ്സ് വിറ്റു എന്നുള്ളതല്ല, എത്ര വണ്ടികൾ ഷിപ്പ് ചെയ്തു എന്നുള്ളത് വെച്ചിട്ടുള്ള ഒരു നമ്പറാണ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ അതുകൊണ്ട് ചിലപ്പോൾ അതായിരിക്കാം. നെക്സ്റ്റ് മന്തൊക്കെ ചിലപ്പോൾ അതിലും കൂടുതൽ ഉണ്ടാവും. പക്ഷേ ആ ഒരു നമ്പർ കാണുമ്പോൾ നമ്മൾ ഞെട്ടിപ്പോവും. 163 ജിംനിയാണ് ആകെ ജനുവരിയിൽ മാരുതി വിറ്റത്. ഹൈലക്സ് 10 ലക്ഷം രൂപ ഡിസ്കൗണ്ടൊക്കെ കൊടുത്തിട്ട് 289 വിറ്റായിരുന്നു. ഏറ്റവും വലിയ കോമഡി താറാണ്. മാരുതി ഈ 3 ഡോർ ജിംനി എടുത്തിട്ട് അത് 5 ഡോർ ആക്കുമ്പോൾ അവർ പറഞ്ഞിരുന്ന ഒരു എക്സ്പ്ലനേഷൻ എന്ന് പറഞ്ഞാൽ അത് 3 ഡോർ ഇന്ത്യയിൽ പ്രാക്ടിക്കൽ അല്ല, അപ്പോൾ അതുകൊണ്ട് നമ്പേഴ്സ് വിൽക്കാൻ പറ്റൂല, അതുകൊണ്ടാണ് നമ്മൾ 5 ഡോർ ഇറക്കുന്നതെന്നാണ്. താറിൻ്റെ നമ്പേഴ്സ് അത് ശരിയല്ല എന്ന് പ്രൂവ് ചെയ്തിട്ടുണ്ട്. താറ് 6000 താറ് വിറ്റിട്ടുണ്ട്, ജിംനി 163 വിറ്റപ്പോൾ. അപ്പോൾ അതായത് ഇവർ ഇത്രയും R&D ഒക്കെ ചെയ്ത് ഇത്രയും കോസ്റ്റൊക്കെ കളഞ്ഞത് ഒരു തരത്തിൽ പറയുമ്പോൾ വേസ്റ്റാണ്. കാരണം ഇത്രയും കുറച്ച് വണ്ടി വിൽക്കാനായിരുന്നു എന്നുള്ളത്. 3 ഡോറാണെങ്കിൽ എനിക്ക് തോന്നുന്നു കുറച്ചും കൂടിയും ടേക്കേഴ്സ് ഉണ്ടാവും. കാരണം ഇത് എന്തായാലും ഒരു ഫൺ ലൈഫ് സ്റ്റൈൽ, ഒരു ടോയ് പോലത്തെ ഒരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് 3 ഡോറിന് അതിൻ്റേതായ അപ്പീൽ ഉണ്ടാവും. ആൻഡ് ഇന്ത്യയിലാണ് ഉണ്ടാക്കുന്നത്. വെറുതെ ഹോമോലോഗേറ്റ് ചെയ്ത് വിറ്റ് കഴിഞ്ഞാൽ 3 ഡോറും 5 ഡോറും പല മാർക്കറ്റ്സിൽ കിട്ടുന്ന പോലെ നമുക്കും കിട്ടേണ്ട കാര്യം ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അവർ ഇൻസിസ്റ്റ് ചെയ്തു 5 ഡോറാണ് വേണ്ടതെന്നുള്ളത്. ആൻഡ് എനിക്കറിയാം ഇത് അവരുടെ ഓവർ കോൺഫിഡൻസ് കാരണം പ്രൈസിങ് അങ്ങനെ ആയതാണെന്നുള്ളത്. കാരണം ഒറിജിനലി ജിംനി 5 ഡോർ ഇറക്കുന്ന സമയത്ത് R&D നടത്തുന്ന സമയത്ത് അവർക്കൊരു ടാർഗറ്റ് പ്രൈസിങ് ഉണ്ടായിരുന്നു. എനിക്ക് മാരുതിയുടെ ഒരു ഇൻസൈഡർ തന്നൊരു ഇൻഫോ ആണ്. 9.99 ബേസ് മോഡൽ എന്നുള്ള രീതിയിൽ അവർ മനസ്സിൽ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അവരത് അതിന് വേണ്ടിയിട്ട് എയിം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം സപ്ലയേഴ്സിനോടൊക്കെ സംസാരിക്കുമ്പോഴും കോസ്റ്റൊക്കെ അതുപോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവർ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് ഓട്ടോ എക്സ്പോയിൽ ഇത് കാണിച്ചിട്ട് ഇതിൻ്റെ റെസ്പോൺസ് കണ്ടപ്പോഴാണ് ഇവർക്ക് ഇത്തിരി കൂടുതൽ മേടിച്ചാൽ ആൾക്കാർ തരുമല്ലോ എന്നുള്ള രീതിയിൽ കൊണ്ടുവന്ന് അവസാനം അത്രയും പ്രൈസിങ് വെച്ചു. വണ്ടി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ആ പ്രൈസിങ് വെച്ചിട്ട് ആൾക്കാർക്ക് പ്രൈസിങ് അറിഞ്ഞപ്പോൾ തന്നെ പലർക്കും ഇൻട്രസ്റ്റ് പോയി. ബുക്കിംഗ്സ് ഒക്കെ ക്യാൻസലേഷൻസ് ആയി മാറി. പക്ഷേ അപ്പോഴേക്കും കയ്യിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. മാരുതിക്കൊന്നും ചെയ്യാനുണ്ടായില്ല. ഈ പറഞ്ഞ എല്ലാ കമ്പനികളിലും ഇങ്ങനെ ഒരാളുണ്ടാവും. അതായത് ഈ പറഞ്ഞ വണ്ടിയുടെ പ്രൈസിങ് ഇത്രയും കൂട്ടി വെച്ചിട്ട് അവസാനം ഇവർ വിൽക്കാണ്ടാകുമ്പോൾ പറയും ഞാൻ അന്നേ പറഞ്ഞല്ലേ എന്നുള്ള പോലെ പറയും. അങ്ങനെ ഇന്ത്യക്കാർക്ക് നല്ല വണ്ടി വേണ്ട, നമുക്ക് ഈ പറഞ്ഞ പോലെ വല്ല പഴയതും ഇന്ത്യൻ സ്പെസിഫിക് ആയിട്ട് തട്ടിക്കൂട്ടി ഉണ്ടാക്കിയ വണ്ടികളൊക്കെ മതി എന്ന് പറയും. ഇൻ്റർനാഷണൽ സ്പെക്കിലുള്ള വണ്ടികളൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, ആർക്കും താല്പര്യമില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ ഇവന്മാർ കഥ ഇറക്കും. അവസാനം അത് മര്യാദയ്ക്ക് കൊണ്ടുവന്ന് പ്രൈസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എല്ലാ വണ്ടിയും ഇന്ത്യക്കാരും മേടിക്കും. ബാക്കി ലോകത്തുള്ള ആൾക്കാരൊക്കെ പോലെ തന്നെയാണ് ഇന്ത്യക്കാരും. നമുക്കറിയാം. ആൻഡ് നമുക്കൊരു കാര്യം കൂടുതൽ അറിയാം, നമുക്ക് എല്ലാ വണ്ടിയിലും നമുക്ക് വാല്യൂ കാണാനറിയാം. ആൻഡ് ഈ വാല്യൂ ഗെയിം സ്ട്രോങ് ആയിട്ടുള്ള കമ്പനികൾക്ക് നല്ല രീതിയിലുള്ള സെയിൽസ് ഉണ്ട് താനും. അത് അവർ നോക്കി പഠിക്കുന്നതിന് പകരം അവർ ഇതുപോലൊരു വണ്ടി ഇറക്കിയിട്ട് അതെന്താണെന്ന് അറിഞ്ഞുകൂടാണ്ട് കൊണ്ടുവന്ന് ഓവർ പ്രൈസ് ചെയ്തിട്ട് നശിപ്പിച്ച് അവസാനം ഡിസ്കൗണ്ടൊക്കെ കൊടുത്ത് ആൾക്കാരുടെ തലയിൽ വയ്ക്കും. എനിക്കൊരു ജിംനി വേണമെന്നുണ്ട്, പക്ഷേ ഇതുപോലെ ഉള്ള പ്രൈസിങ് വെച്ചിട്ട് ഞാൻ ആദ്യമേ പോയി മേടിച്ചിരുന്നെങ്കിൽ മാരുതിക്ക് അതൊരു പ്രോത്സാഹനമാവും എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ വേണ്ടെന്ന് വെച്ചത്. പക്ഷേ ഞാനൊരു ജിംനിയുടെ സാൻഡ്വിച്ച് മേക്കർ ഓർഡർ ചെയ്തിട്ടുണ്ട്. ജിംനി ഒഫീഷ്യൽ മെർച്ചൻഡൈസ് ആണ്, സുസുക്കി എബ്രോഡ് വിൽക്കുന്നുണ്ട്. ഒന്നുമില്ല, അത് ചൂടാക്കുമ്പോൾ ജിംനിയുടെ ഒരു പ്രിൻ്റ് ആ ടോസ്റ്റും വരും. അപ്പോൾ നമുക്ക് കാലത്തെ ജിംനി ഓടിക്കുന്നതിന് മുന്നേ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ തന്നെ ജിംനീനെ ഓർത്തുകൊണ്ട് ചെയ്യാമെന്നുള്ളതാണ്. ആകെ ശ്രദ്ധിക്കാനുള്ളത് മാരുതിയുടെ കൈപൊള്ളി പോലെ നമ്മുടെ കൈപൊള്ളരുത്, ദർഭത്തിൽ നിർത്ത് ഉപയോഗിക്കുമ്പോൾ എന്നുള്ളതാണ്.
ഇവിടെ ഈ ഹൈവേയുടെ കൺസ്ട്രക്ഷൻ ഒക്കെ നടക്കുന്ന കാരണം ഇപ്പോൾ രാവിലത്തെ ഒരു കമ്മ്യൂട്ടിലൊരു 15 മിനിറ്റ് കൂടുതൽ എടുക്കുന്നുണ്ട് സാധാരണ ഉള്ളതിലും കൂടുതൽ. എടപ്പള്ളി വഴി വൈറ്റിലയിലേക്കുള്ള യാത്ര അതൊരു എക്സ്പീരിയൻസ് തന്നെയാണ്, പ്രത്യേകിച്ച് റഷ് അവറിൽ. ഓക്കെ, ഞാൻ ഫ്രീ ആയിട്ടിരുന്ന സമയത്ത് ഞാനിരുന്ന് ഹമ്മർ EVനെ കുറിച്ച് റിസർച്ച് നടത്തി, അതിൻ്റെ കുറേ വീഡിയോസ് കണ്ട് അതിൻ്റെ കുറേ ടെക് ഡീറ്റെയിൽസ് ഒക്കെ വായിച്ചു. സത്യം പറഞ്ഞാൽ എൻ്റെ ഫേവറേറ്റ് SUV അറ്റ് ദ മൊമെൻറ്റ് ഹമ്മർ EV ആണ്. അത് വേറൊന്നും കൊണ്ടല്ല, ഇറ്റ്സ് പ്യുവർ എക്സസ്. കാരണം 4500 കിലോ ഭാരമുണ്ട്, 1000 ഹോഴ്സ് പവർ ഉണ്ട്. അതിന് യൂസ് ചെയ്യുന്ന ബാറ്ററി എന്ന് പറഞ്ഞാൽ 246 kWh ആണ്. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ആവറേജ് ഒരു മിഡ് സൈസ് കാറിന് നമുക്ക് 50 kWh ബാറ്ററി പാക്ക് മതി. ഹമ്മർ അതിൻ്റെ 5 ഇരട്ടി ബാറ്ററി യൂസ് ചെയ്യുന്നുണ്ട്. കാരണം വണ്ടിക്ക് നല്ല ഭാരം ഉണ്ടല്ലോ, 4500 കിലോ വലിക്കണം എന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ പോലെ 1000 ഹോഴ്സ് പവറും 1000 ഹോഴ്സ് പവറിന് മോട്ടർ റൺ ചെയ്യണമെങ്കിൽ 256 kWh ബാറ്ററി പാക്കൊക്കെ വേണം. എനിക്കത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് കാറുകൾ ഭയങ്കര എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്നൊക്കെ വിചാരിച്ചിരുന്ന ആൾക്കാർക്ക് മുഖത്തിട്ട് നല്ലൊരു അടിയാണ് ഹമ്മർ കൊടുക്കുന്നത്. പണ്ടും ഹമ്മർ തന്നെയാണ്. പണ്ട് ഹമ്മറിനെ എല്ലാവരും ബാൻ ചെയ്യാൻ തിരക്ക് കൂട്ടിയിരുന്നത് എന്തെന്നാ, ഭയങ്കര പൊല്യൂഷനാണ്, ഇത്രയും ഇൻഎഫിഷ്യൻ്റ് ആയിട്ടുള്ള ഇത്രയും വലിപ്പമുള്ള വണ്ടികൾ സിറ്റിയിൽ ഓടാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൾക്കാർ ഹമ്മർ ബാൻ ചെയ്യണമെന്നും പറഞ്ഞുകൊണ്ട് അന്ന് മുറവിളി കൂട്ടിയത്. എന്നാൽ ശരി, ഞങ്ങൾ ഇലക്ട്രിക് ആയിട്ട് വന്നിട്ട് നിന്നെയൊക്കെ കാണിച്ചു തരാടാന്ന് പറഞ്ഞുകൊണ്ടാണ് അവന്മാർ വണ്ടി ഇറക്കിയത്. എനിക്ക് ആ ഒരു ആറ്റിറ്റ്യൂഡ് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു 5-6 വണ്ടിയിൽ യൂസ് ചെയ്യണ അത്രയും ബാറ്ററി വണ്ടിയിലുണ്ട്, അതിൻ്റെ ഒരു 5-6 വണ്ടി ഓടണം അത്രയും എനർജിയും വേണം. ആൾക്കാർ ഈ ഇലക്ട്രിക് കാറുകൾ ഉണ്ടാക്കുമ്പോൾ അവർ വിചാരിക്കുന്നത് ഇലക്ട്രിസിറ്റി ഫ്രീ ആണ്, നമുക്ക് ഇഷ്ടംപോലെ പവർ കൊടുക്കാം, ഇഷ്ടംപോലെ വെയിറ്റ് ആയാലും കുഴപ്പമില്ല, അതിനെ ഓവർകം ചെയ്യാനുള്ള പവർ ഉണ്ടായാൽ മതി എന്നൊക്കെ ഉള്ളതാണ്. പവർ ഓക്കെ ടു ആൻ എക്സ്റ്റെൻറ്റ്, നമുക്ക് സ്ട്രേറ്റ് ലൈനിൽ നമുക്ക് വെയിറ്റ് ഉണ്ടെന്നുള്ളത് മനസ്സിലാവാതിരിക്കാൻ നമുക്ക് പവർ വെച്ച് പറ്റും. പക്ഷേ നമ്മൾ കോർണർ ചെയ്യുന്ന സമയത്ത്, നമ്മൾ ബ്രേക്ക് ചെയ്യുന്ന സമയത്ത് എന്തിനും നമ്മുടെ വെറുതെ റെഗുലർലി ഓടുമ്പോൾ നമ്മുടെ ടയർ വെയർ, അത് റോഡിലുണ്ടാക്കുന്ന ഇമ്പാക്റ്റ്, ഇതെല്ലാം വേറെ രീതിയിലാണ്. നമ്മളൊരു സാധാരണ പെട്രോൾ കാർ ഉണ്ടാക്കുന്ന പൊല്യൂഷൻ എന്ന് പറയുന്നതിലും കൂടുതലുണ്ട് ഒരു ഇലക്ട്രിക് കാർ ഉണ്ടാക്കാൻ തന്നെ. ഇതൊക്കെ ഒരു സെപ്പറേറ്റ് വീഡിയോ ആയിട്ട് ചെയ്യാം. പക്ഷേ ഹമ്മറിനെ പറ്റി പറയുമ്പോൾ ഇതെല്ലാം എൻ്റെ ഉള്ളിലൊരു ചിരിയാണ് കൊണ്ടുവരുന്നത്. കാരണം എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഇലക്ട്രിക് കാർ ഉണ്ടാക്കുക എന്ന് പറഞ്ഞിട്ട് അവസാനം ഹമ്മറിനോട് പറഞ്ഞപ്പോൾ ഇന്ന് പിടിച്ചോന്നും പറഞ്ഞുകൊണ്ട് ഒരു സാധനം എടുത്ത് തന്നേക്കാണ്. ആൻഡ് EPA ഡാറ്റ ഉണ്ട് ഓരോ വണ്ടിക്ക്, അതായത് എത്ര എനർജി ഇത്ര കിലോമീറ്റർ പോകാൻ വേണ്ടി യൂസ് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ഒരു ടെസ്ല സൈബർ ട്രക്കിൻ്റെ ഡബിൾ വേണം ഒരു ഹമ്മർ EVക്ക് ഓടാനായിട്ട്. ടെസ്ല സൈബർ ട്രക്കിന് തന്നെ ഒരു മോഡൽ 3നേക്കാൾ 3 times കൺസംഷൻ ഉണ്ട്, അതിൻ്റെ ഡബിളാണ് ഹമ്മർ EV യൂസ് ചെയ്യുന്നതെന്നുള്ളതാണ്. പക്ഷേ ഈ ഇലക്ട്രിക് കാറുകൾക്ക് നമ്മൾ കാണാത്ത വേറൊരു ഇമ്പാക്റ്റും കൂടി ഉണ്ട്, അതായത് ശരിക്കുള്ള ഇമ്പാക്റ്റ്. ഇതെവിടെയെങ്കിലും പോയി ഇടിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ കറൻ്റ്ലി നമ്മുടെ റോഡിൻ്റെ സൈഡിലൊക്കെ ഉള്ള ഗാർഡ് റെയിൽസ് ഒക്കെ ഇല്ലേ, വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഗാർഡ് റെയിൽസ് വെച്ചാണ്. ഈ ഗാർഡ് റെയിൽസിനൊക്കെ ഒരു സ്പെസിഫിക് വെയിറ്റ് വണ്ടിയുടെ ആവറേജ് ഒരു കൺസിഡർ ചെയ്തിട്ടാണ് അത് ഉണ്ടാക്കിയത് പലതും. ഇത്രയും ഭാരമുള്ളൊരു വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ അതിനവിടെ ഹോൾഡ് ചെയ്യണം, അത് റോഡിൽ നിന്ന് അപ്പുറത്തേക്ക് പോകരുത്, അല്ലെങ്കിൽ അപ്പുറത്തെ ലൈനിലേക്ക് പോകരുത്, അല്ലെങ്കിൽ താഴെ കൊക്കയിലേക്ക് വീഴരുതെന്ന് വെച്ചിട്ടാണ് എല്ലായിടത്തും ഈ ആംകോ ബാരിയേഴ്സ് ഇങ്ങനത്തെ ഗാർഡ് റെയിൽസ് ഒക്കെ വെച്ചേക്കുന്നത്. പക്ഷേ ഈ ഇലക്ട്രിക് കാർസിന് ഇതൊന്നും പോരാണ്ട് വരും. കാരണം അതിപ്പോൾ ഒരു റിവ്യൂൻ്റെ ഒരു ടെസ്റ്റ് വീഡിയോ ഉണ്ട്, അത് കണ്ടാൽ നമ്മൾ ഞെട്ടിപ്പോകും. ശരിക്കുള്ള പ്രോപ്പർ ബാരിയറും അതവിടെ ഇല്ല എന്നുള്ള പോലെയാണ് റിവ്യൂവിനെ ഇടിച്ചിട്ട് അപ്പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതായത് അത്രയും മൊമെൻറ്റം ഉണ്ട്, ശരിക്കും പറഞ്ഞാൽ അത്രയും മാസമുള്ളൊരു വണ്ടി, അത്രയും സ്പീഡ് ക്യാരി ആവുന്നൊരു വണ്ടി അതവിടെ വന്ന് ഇടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് വിൽ ജസ്റ്റ് ഗോ ഔട്ട്, ഇറ്റ് വിൽ ജസ്റ്റ് ഫ്ലൈ ഔട്ട്. അതൊരു വലിയൊരു പ്രശ്നമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഇലക്ട്രിക് കാഴ്ചനുള്ള ഇൻഫ്രാസ്ട്രക്ചർ ഇല്ല എന്ന് പറയുമ്പോൾ ഇനി വേറൊരു ഇൻഫ്രാസ്ട്രക്ചർ കൂടി വേണം. ചാർജിങ് ഇൻഫ്രാസ്ട്രക്ചർ അല്ല, പകരം ഈ വണ്ടികളെയൊക്കെ റോട്ടിൽ തന്നെ ഹോൾഡ് ചെയ്യാനുള്ളൊരു തരം ഇൻഫ്രാസ്ട്രക്ചർ കൂടിയും വേണം. അപ്പോൾ അങ്ങനെ ഒരു സാധനം കൂടി വന്നാലേ ശരിക്കും പറഞ്ഞാൽ ഈ ഒരു ഇലക്ട്രിക് കാർസിൻ്റെ ഒരു ഇതിന് റെഡി ആവുള്ളൂ. ഒരു EQB പോകണ്ടല്ല, ആൾക്കാർ EQB മേടിക്കുന്നുണ്ട് GLB മേടിക്കുന്നതിലും കൂടുതൽ. കാരണം ടാക്സ് ഒക്കെ വെച്ച് നോക്കുമ്പോൾ ഓൺ റോഡ് പ്രൈസിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഇല്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ഇലക്ട്രിക് കാർസിൻ്റെ ഈ പറഞ്ഞ പോലെ ഗാർഡ് റെയിൽസും കാര്യങ്ങളൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കി. ഒരു വളരെ ഹെവി ആയിട്ടുള്ള ഒരു ടെസ്ല സൈബർ ട്രക്ക് വന്ന് നമ്മുടെ മേത്തേക്ക് ഇടിക്കുന്നത്, ഇല്ല സ്റ്റീൽ കൺസ്ട്രക്ഷൻ, അത്രയും വെയിറ്റ്, അത്രയും മാസ്, അത്രയും പവറുള്ളൊരു വണ്ടി വന്ന് ഇടിച്ചു കഴിഞ്ഞാൽ തീർന്നു. എനിക്ക് അതിലും അറിയേണ്ടത് 2 ടെസ്ല സൈബർ ട്രക്ക് തമ്മിൽ ഇടിച്ചാലായിരിക്കും എന്താ സംഭവിക്കുക എന്നുള്ളതാണ്. കാരണം ചിലപ്പോൾ ഇമ്പാക്റ്റിൻ്റെ ടെമ്പറേച്ചറും ഇതൊക്കെ കാരണം സ്റ്റെയിൻലെസ് സ്റ്റീലൊക്കെ മെൽറ്റ് ചെയ്ത് ഇത് രണ്ടും കൂടി ഫ്യൂസ് ചെയ്ത് ഒറ്റ യൂണിറ്റായിട്ട് ഒറ്റ വണ്ടിയായിട്ട് മാറും. അങ്ങനെയാണെങ്കിൽ എൻ്റെ റിസൾട്ട് എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള വണ്ടീനേലും ഭംഗി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നുന്നത്. നമുക്ക് ഇതുപോലുള്ള കോൺവെർസേഷൻ വീഡിയോസ് പിന്നീട് ഒരു ദിവസം കണ്ടിന്യൂ ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായോ എന്നുള്ളത്, ഇതുപോലത്തെ സെഷൻസ് ഇടയ്ക്ക് വേണോ എന്നുള്ളതൊക്കെ ഒന്ന് കമൻസിൽ അറിയിക്കുക. അതുപോലെ ഞാൻ ആലോചിക്കുന്ന യൂട്യൂബിൽ ഈ ഒരു മാസം അല്ലെങ്കിൽ അടുത്തൊരു മാസം കുറച്ച് സമയം കൂടുതൽ ഡെഡിക്കേറ്റ് ചെയ്ത് കുറച്ചും കൂടി കണ്ടൻറ്റ് കൂടുതൽ ഉണ്ടാക്കിയാലോ എന്നും ഒരു ചിന്തയുണ്ട്. ഇടയ്ക്ക് വെച്ചൊരു ഫോൺ കോളൊക്കെ വന്ന് കുറച്ച് തിരക്കിലായി പോയി. എന്തായാലും നമുക്ക് ഈ ഒരു സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് വേറൊരു ദിവസം കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.